കൊട്ടാരക്കര ചന്തമുക്ക്, പുലമൺ, ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഗർഭിണിയടക്കം 12 പേർക്കാണ് ഒറ്റ ദിവസം കടിയേറ്റത്. രാവിലെ ലോഡിംഗ് തൊഴിലാളികളടക്കം 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റതിന് പിന്നാലെ വൈകിട്ട് വീണ്ടും ആക്രമണമുണ്ടായി. ബൈക്ക് യാത്രക്കാരനെയും ഓട്ടോയിൽ സഞ്ചരിച്ച ആളിനെയും തെരുവുനായ ചാടി കൈയിൽ കടിച്ചു. താലൂക്ക് ആശുപത്രിയിലെ രോഗിയെ സന്ദർശിച്ച് പുറത്തിറങ്ങിയ യുവതിയെയും തെരുവുനായ ആക്രമിച്ചു. നമ്മുടെ തൊഴിലിന് പോയ പുറകെ വന്ന ഒരു പട്ടി കടിച്ചു. പിന്നെ ഒരു ഓട്ടോ പയ്യനെ ഒരു കടി അടിച്ചു. ഇവിടുന്ന് 5 പേരെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പോട്ട് 12 മണിക്ക് പട്ടി കടിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ പേ ഉണ്ടെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് അവരെ വീട്ടിൽ വിട്ടിട്ടുണ്ട്. അവരെ ഓരോ സ്ഥലപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നീലേശ്വരം, 1 കൊട്ടാരക്കര, 2 ഓർണാവട്ടം, 1 പനിവേലി. അവർ അങ്ങനെ 5 പേരെ കടിച്ചേക്കുന്നത്. നടന്നു പോയവരെ നല്ലോണം കടിച്ച് പറിച്ചിട്ടുണ്ട്. പട്ടി നേരെ ഓടിപ്പോയതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ അകത്തോട്ടാണ് കയറി പോയേക്കുന്നത്. സ്കൂൾ പരിസരത്തെ തെരുവുനായ ശല്യമാണ് കൂടുതൽ ആശങ്ക ഉയർത്തുന്നത്. സ്കൂൾ തുറന്ന സമയമായതിനാൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പ്രശ്നം നഗരസഭ ഗൗരവത്തോടെ കാണുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.